ആത്മഹത്യയാണ് എന്ന് തെളിയിക്കുന്ന എന്ത് പ്രൂഫാണ് ഇവിടെ ജഡ്ജിക്ക് അവർ തെളിവ് കൊടുത്തിരിക്കുന്നത്? അവിടെ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടിക്കൂടി വരുന്ന പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കുറെ നാടകങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതായത് ഈ ക്യാമറയിൽ അവിടെ ഷംസുദ്ദീൻ ഇറക്കിയിട്ടില്ല, സാർ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അപ്പൊ അവര് മനപൂർവ്വം കൊല്ലാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി, ഇദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചു ഉണ്ടാക്കിയ നാടകം. എന്റെ ഒരു സംശയം, ഈ പ്രവീൺ ബാബു എന്നല്ല അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ഇതിനെ എങ്ങനെയായിരുന്നു അപ്പോൾ തിരിച്ച് പ്രതികരിച്ചത്? ഞാൻ ആദ്യം അങ്ങോട്ട് പറയാം. പിന്നെ ജഡ്ജി ചോദിച്ച ചോദ്യമുണ്ട്. അതായത് ചോദിച്ചത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ് തെളിവ് ചോദിച്ചത്. കണ്ണൂരാണ് ഓരോ വീട് ആ ജഡ്ജിന്റെ. അപ്പൊ ഓരിപ്പോ ഹൈക്കോടതി ജഡ്ജാ. അപ്പൊ ഞാൻ ആ ബഹുമാനപ്പെട്ട ജഡ്ജിയോട്, നീതിപീഠത്തിനോട് പറയുക ചെയ്യുന്നത്, ആത്മഹത്യയാണ് എന്ന് തെളിയിക്കുന്ന എന്ത് പ്രൂഫാണ് ഇവിടെ ജഡ്ജിക്ക് അവർ തെളിവ് കൊടുത്തിരിക്കുന്നത്? എന്ത് ആത്മഹത്യ എന്നതിന് ഞാൻ ചോദിക്കാം അങ്ങോട്ട് ജഡ്ജിയോട് ചോദിക്കുന്നത്, ആത്മഹത്യയാണെന്ന് തെളിയിക്കാൻ എന്ത് പ്രൂഫാണ് ബഹുമാനപ്പെട്ട നീതിപീഠത്തിന് കൊടുത്തിരിക്കുന്നത്? ആത്മഹത്യ അല്ല എന്ന് തെളിയിക്കുന്ന പ്രൂഫ് എൻ്റെ കയ്യിലുള്ളത്, ഞാൻ അന്ന് മരണപ്പെട്ട ദിവസം മലയാളപ്പുഴ പോയിട്ട് നവീൻ ബാബു സാറിന്റെ അനുജനോട് പറഞ്ഞതാ. അവിടെ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടിക്കൂടി വരുന്ന പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കുറെ നാടകങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ നടന്ന സംഭവങ്ങൾ, ഒന്ന് ഈ ഡ്രൈവർ ഷംസുദ്ദീൻ അവിടെ ഇറക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ഇറക്കിയിട്ടില്ല. അതായത് മുനീശ്വരൻ കോവിലിന്റെ അടുക്ക് ഇറക്കിയെന്നാ അയാൾ പറഞ്ഞത്. ഒരു സുഹൃത്ത് വരാനുണ്ട് എന്നൊക്കെ. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അങ്ങനെ ഇല്ല, അങ്ങനെ നടന്നിട്ടില്ല. അപ്പൊ അവിടുത്തെ ക്യാമറയിൽ തെളിവ് സമൂഹത്തിന് കൊടുക്കേണ്ടത്, കോടതിക്ക് കൊടുക്കേണ്ടത് അവിടെ ബന്ധപ്പെട്ട് നാടകം കളിച്ചവരാ. അതായത് ഈ ക്യാമറയിൽ അവിടെ ഷംസുദ്ദീൻ ഇറക്കിയിട്ടില്ല, സാർ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ അയാളുടെ നമ്മുടെ ഡ്രൈവർ കള്ളത്തരം പറഞ്ഞത് കൊണ്ടാണ് അവിടെ ഇറക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ കോടതിക്ക് തെളിവാണ്. എല്ലാം എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയാം വർഷങ്ങളായിട്ട്. ഞാൻ സാറിനോട് ചോദിച്ചു നോക്കിക്കോ, സാർ ഒരു റിട്ടയർഡ് ഓഫീസറാണ്. അതുപോലെ ഹൈക്കോടതി, സുപ്രീം കോടതി എല്ലായിടത്തും സ്വന്തമായി ഞാൻ എപ്പോഴും കളക്ടറേറ്റ് പോകുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ടെമ്പററി ഒന്നല്ല ഇവിടെ ക്വസ്റ്റ്യൻ. അല്ല, ക്വസ്റ്റ്യൻ അങ്ങനെയല്ല സാർ. പാർട്ടിയുടെ നോമിനി ആണ് എന്നുണ്ടെങ്കിൽ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ടി നോമിനി ആണ് അവൻ ഈ പറയുന്ന പോലെ അവന് ആരാണോ അതിലെ ജോലി വാങ്ങിച്ചു കൊടുത്തത് ആ നിയമപ്പെട്ട ഡ്രൈവർമാർ തേച്ച്, പോലീസിലെ ഡ്രൈവർമാർ തേച്ചു. ടെമ്പററി ആണെങ്കിൽ അത് പാർട്ടിയുടെ അതാണ്. അപ്പൊ മിക്കവാറും പാർട്ടിയുടെ ഒരു കൂലിപ്പട്ടാളമാണ്. ടെമ്പററി ആണ് എന്നാണ് ഇതുവരെ നമ്മൾ അറിഞ്ഞത്. എല്ലാ പുഞ്ഞാടിലെ മുൻ രാജൻ മെമ്പർ CPM-ന്റെ അയാളുടെ മകന് ജോലി കിട്ടിയത് പോലീസിൽ ഡ്രൈവറാ. അയാൾക്ക് പാർട്ടി ഏർപ്പെടുത്തി കൊടുത്തതാണ്. അതെ. അപ്പൊ നമ്മുടെ ആ വിഷയം നിന്നോട്ടെ. അപ്പൊ ബാക്കി പറഞ്ഞോളൂ. അപ്പൊ ഈ നമ്മുടെ ഇറക്കി എന്ന് മുനീശ്വരൻ സാർ എന്താ പറഞ്ഞേ? അതായത് ഒരു ഡ്രൈവർ ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ്, ADM ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ഈക്വൽ പവറാണ്. ഡിസ്ട്രിക്ട് കളക്ടർ അതേ പവറാണ്. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അഡീഷണൽ ആണ്, അസിസ്റ്റന്റ് അല്ല. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. ആ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എനിക്കൊരാളെ കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വഴിതെറ്റിയിട്ട് ഇവിടെ മുനീശ്വരൻ കോവിൽ വരേണ്ട കാര്യമില്ല. എന്താ കാര്യം അറിയോ? അയാൾക്ക് കാണണമെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും. കാസർഗോഡ് ഒരു മിനിറ്റ്, കാസർഗോഡ് നീ ഒരു കാര്യം, ഞാൻ ഇന്ന് വണ്ടിക്ക് പോവാണ്, റെയിൽവേ സ്റ്റേഷനിൽ വരും, കണ്ണൂർ വരും എന്ന് പറഞ്ഞാൽ അത് ഇന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ വന്ന് അയാളെ കാത്തിട്ട്, ഞാൻ അധികം പുകയില കച്ചവടമൊക്കെ നാളെയുള്ളത്, അയാളെ കാത്തിട്ട് അവിടെ ഈ മുനീശ്വരൻ കോവിൽ വരാൻ വേണ്ടിയിട്ട് ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പറയുമോ നിങ്ങൾ അവിടെ വരണം, മുനീശ്വരൻ കോവിൽ വരണമെന്ന്? ഏതായാലും സാർ ഒരു മിനിറ്റ്, ഞാൻ ബാക്കിയോടെ ഒന്ന് കേട്ടോട്ടെ, പറയൂ. അവിടെ മുനീശ്വരൻ കോവിലിന്റെ അടുക്ക് ഇറക്കിയില്ല. ഈ കോടതിക്ക് തെളിയിക്കേണ്ടത് മുനീശ്വരൻ കോവിലിന്റെ അടുക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഷംസുദ്ദീൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ അത് ബഹുമാനപ്പെട്ട നീതിപീഠം ചെക്ക് ചെയ്യേണ്ടതാണ്. ക്യാമറ നോക്കിയിട്ട്, അവിടുത്തെ ക്യാമറ വീഡിയോസ് നോക്കിയിട്ട് തെളിയിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ഷംസുദ്ദീൻ സുഹൃത്ത് വരാണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ADM സാർ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ മൊബൈലുകൾ പരിശോധിച്ചാൽ അതും തെളിയും. അതും ബഹുമാനപ്പെട്ട നീതിപീഠം ശ്രദ്ധിക്കും.
ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ആരെ ഷംസുദ്ദീന്റെ നമ്മുടെ ADM സാറിന്റെ ഫോണുകൾ പരിശോധിച്ച് ആ സ്പോട്ടിന് ഇയാളുടെ ഏതെങ്കിലും ഒരു സമയം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ആ സമയത്ത് അതും നുണയാണ്, അത് കളവാണ് ഷംസുദ്ദീൻ പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, തലേ ദിവസം ഇത്രയും വിഷയങ്ങളിൽ ദിവ്യ എന്ന വ്യക്തി പറയുന്നുണ്ട്. അതായത് ഒരു ചാനലുകാരനെ കൊണ്ടുവന്നിട്ട് സാറിനെ ഒരു ഡെപ്യൂട്ടി കളക്ടറെ അഭിമാനത്തിന് ക്ഷതേൽപ്പിച്ചു. ഒരു ഡെപ്യൂട്ടി കളക്ടറല്ല, സത്യസന്ധനായ നീതിമാനായ ഒരു നല്ലൊരു ADM സാറിനെ അവഹേളിച്ചു, അപകീർത്തിപ്പെടുത്തി, അപായപ്പെടുത്തി. ഇത് മൂന്നും ഉണ്ടായിട്ടും ഈ ചാനലിന്റെ റിപ്പോർട്ടർക്കെതിരെ ഒരു കേസും എടുത്തില്ല. തീർച്ചയായിട്ടും അത് റിപ്പോർട്ട് ചെയ്യാൻ വന്ന അത് ഏത് പ്രാദേശിക ചാനലുകാരനാണ് എന്ന് പോലും ഒരു ചോദ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ പോലീസ് അന്വേഷണത്തിൽ പറയേണ്ടതല്ലേ. ഇവിടെ വിജിലൻസ് ഇല്ലേ നമ്മുടെ നാട്ടിൽ? കണ്ണൂരുണ്ടല്ലോ വിജിലൻസ് ഹെഡ്ക്വാർട്ടേഴ്സും കാര്യങ്ങളും. അല്ലേ ഒരു ചോദ്യം, ഇദ്ദേഹം പറയുന്നത് ഞാൻ കൈക്കൂലി കൊടുത്തു എന്ന്. നിയമപ്രകാരം പ്രശാന്ത് കൈക്കൂലി കൊടുത്തു അയാൾ സമ്മതിച്ചു. ഫോൾട്ട്. അയാൾ പറഞ്ഞു ഞാൻ കൈക്കൂലി കൊടുത്തു എന്ന്. നമ്മുടെ പോലീസ് എന്ത് നടപടി എടുത്തത്? അപ്പൊ അതും കോടതി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആ കോടതി നമ്മളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഞാൻ അറിയും അതെങ്ങനെ കിട്ടി, 2 ദിവസത്തിനുള്ളിൽ ഞാനത് വെളിപ്പെടുത്തുമെന്ന് പ്രസംഗത്തിൽ പറഞ്ഞു. അപ്പം ഈ ദിവ്യ ഒരു ജനപ്രതിനിധിയാണ്, അവർക്ക് അറിയാവുന്ന പറയുന്നു. അപ്പൊ അവരോട് ചോദിക്കണ്ടേ, നിങ്ങൾക്ക് അറിയാവുന്നില്ലേ പറഞ്ഞത് എന്താണ് സംഭവം? ചോദിക്കണ്ടേ, ഈ ജനപ്രതിനിധിയെ കൊണ്ട് ചോദിക്കണ്ടേ? എന്റെ ചില ഭാഷകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, ഞാൻ പറഞ്ഞത് അടിച്ചു ചോദിക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ ഒന്ന് ഞാൻ വീണാമണി ഒന്ന് സംസാരിച്ച് ഞാൻ സാറിലേക്ക് തന്നെ പറയാം, ഒന്ന് പറയും. അതായത് ഇവരിപ്പോ സാറിപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളില്, അതായത് മരണം നടന്ന ഇന്നലത്തെ വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ ഒന്ന് ADM സാറിന്റെ ആ വീഡിയോ എടുത്ത് മഹാനുഭാവൻ അദ്ദേഹം മലയാളപ്പുഴയിലെ പല ഉദ്യോഗസ്ഥന്മാർക്കും അയച്ചു കൊടുത്തിരിക്കുന്ന വൈറലാക്കി അയച്ചിട്ടുണ്ട്. അപ്പൊ അവര് മനപൂർവ്വം കൊല്ലാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി ഇദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചു ഉണ്ടാക്കിയ നാടകം. അപ്പൊ ആ വീഡിയോ ചാനൽ റിപ്പോർട്ടർക്കെതിരെ ഹൈക്കോടതി നിയമ നടപടി എടുത്ത് അയാളെ ജയിലിൽ അടക്കണം. ഇങ്ങനത്തെ ഒരു ഉൾപ്പെടുന്നുണ്ട്. അത് ഹൈക്കോടതി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അത് അവരുടെ വക്കീല് മഞ്ജുഷ മേഡത്തിന്റെ വക്കീല് ശ്രദ്ധിച്ചിട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ വേറെ ഒന്ന്, കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ആള് അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അത് ഇവിടുത്തെ CPM പ്രവർത്തകർ ചെയ്തിട്ടില്ല. അപ്പൊ അതും മഞ്ജുഷ മേഡത്തിന്റെ അത് CPM പ്രവർത്തകരല്ല, അത് പോലീസുകാർ തന്നെയാണ് പിടിക്കേണ്ടത്. വിജിലൻസ് പിടിക്കണം. അല്ല, അങ്ങനെയല്ല, CPM അതിൽ പറയുന്ന കൂട്ടു നിൽക്കാൻ പാടില്ലല്ലോ. കൂട്ടിക്കാൻ പാടില്ല പറഞ്ഞാൽ അവരിപ്പോ കൂട്ടല്ലേ എല്ലാത്തിനും. CPM പ്രവർത്തകർ എന്ന് പറയണ്ട. അതായത് അതിന്റെ ജോലി ആയിരുന്നാ പോലീസിന്റെ ജോലിയാണ്. വിജിലൻസിന്റെ ജോലി. തീർച്ചയായിട്ടും വിജിലൻസിന്റെ ജോലി. ഇയാള് 98,500 രൂപ 1,500 രൂപ കിട്ടാൻ. അല്ല, അത് തന്നെ ഒരു ക്രിയേറ്റഡ് സ്റ്റോറിയാണ്. ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി തന്നെയാണത്. കാരണം ഇത്രയും ഒരു തുക എന്ന് പറയുന്നത് തന്നെ ഈ ഒരു തുക ഇങ്ങനെ കൊടുക്കുക. അതെ, ഞാൻ ആഴ്ചക്ക് ഒരു 10 ആളെയും കൂട്ടിയിട്ട് ഞാൻ ADM സാറിന്റെ അടുക്ക് പോകണ്ട. ഇപ്പം വന്ന കലക്ടർ അടുക്ക് കയറാറില്ല. കാരണം അയാൾ വെറും ഫ്രോഡാ. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടല്ല. ഇതിനു മുമ്പുള്ള എല്ലാ കലക്ടർമാരും കണ്ണൂരുള്ളത് പാവപ്പെട്ടവരെ സഹായിക്കുന്നതാ. അപ്പോൾ ഇപ്പൊ ഈ ആള് വന്നതിന് ശേഷം, അതായത് ഇപ്പോൾ ഉള്ള കലക്ടർ വന്നതിന് ശേഷം, ഞാൻ ഇപ്പോഴത്തെ കലക്ടർ പറയാൻ കാരണം അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ആദ്യം വരെ ADM-നെ കണ്ടുവന്നു. എന്ന് വെച്ചാൽ ADM-ന്റെ തലയിലെല്ലാം ചുറ്റി വെച്ചു. അപ്പൊ ADM എന്ത് ചെയ്യും? അവിടെ ഈ ADM-ന്റെ അടുക്ക് ഈ കലക്ടർ അടുക്ക പോയിട്ട് വരുമ്പോൾ ADM ചില സമയത്ത് വല്ലാത്ത വിഷമം, മാനസികാവസ്ഥയിൽ വേദനിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത്രയും ഈ ADM-ന് ആ കലക്ടർ വഴക്ക് പറഞ്ഞ സന്ദർഭങ്ങൾ ആ ഓഫീസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് അതും മൈൻഡ് ചെയ്യാതെ എൻ്റെ മുമ്പിൽ വന്ന ആരാണോ വന്നിരിക്കുന്നത് അവർ ഭക്ഷണം കഴിച്ചോ, പിന്നെ നിങ്ങൾക്ക് ചായ വാങ്ങിത്തരട്ടെ, ചോറ് വാങ്ങിത്തരട്ടെ എന്ന് ചോദിച്ചിട്ട് പൈസ കൊടുക്കുന്ന ആ രംഗങ്ങൾ അവിടുത്തെ ക്യാമറയാണ് തെളിയിക്കേണ്ടത്. അതൊക്കെ അത്രയും നല്ലൊരു ADM സാറിന് 98,500 വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ നുണ പറയുമ്പോൾ അത് വെറും പച്ചക്കള്ളാണെന്ന് പറയാൻ കണ്ണൂരുകാർക്ക് കഴിയും. ഇത്രയും വിഷയങ്ങൾ തലേ ദിവസം 98,500 രൂപ 1,00,000 എത്രയാക്കി 1,500 രൂപ. ഈ 1,500 രൂപ അയാൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ലെന്നായിരുന്നു. ഈ
ഇയാള്. അതെ, പ്രശാന്തൻ. അപ്പൊ അതൊരു ബേറ്റാ ഷാപ്പിന്റെ ഷൂ പോലെയാ. പക്ഷെ ബേറ്റാ ഷാപ്പിന്റെ ഷൂ ഇപ്പൊ മാറി. 99.9. പണ്ട് ബേറ്റാ ഷാപ്പിന്റെ ഷൂ 98 രൂപ 56 പൈസ പറയും. ഇപ്പൊ അത് മാറി. ഇപ്പൊ ബേറ്റാ ഷാപ്പിന്റെ ഫുൾ വില തന്നെയാണ് ഇതിന്. അതുപോലെയാണ് ആക്കിയത്. അപ്പം എന്റെ ചോദ്യമുണ്ട്, കൈക്കൂലി കൊടുത്തു അഡ്മിറ്റ് ചെയ്തിട്ട് കുറ്റസമ്മതം നടത്തിയ ആളെ ഇതുവരെ ഒന്നും ചെയ്യില്ലോ. അതിൽ തന്നെ വളരെ വ്യക്തമാണ് ഇത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ആണ്. അത് തന്നെയാണ്. അപ്പോൾ എന്റെ ചോദ്യം, നമ്മുടെ ഈ സംസാരം നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ സാറിന് എന്തൊക്കെയാണ് ഈ അന്വേഷണ സംഘത്തോട്, ഇപ്പൊ ആദ്യം നമ്മൾ സംസാരിച്ചു വന്നപ്പോൾ വീണാമണി ഒന്ന് വെയിറ്റ് ചെയ്യുക, അതായത് ഈ നമ്മൾ ആദ്യം സംസാരിച്ചു വന്നപ്പോൾ ഈ ഡ്രൈവറെ നമ്മൾ കുറ്റപ്പെടുത്തി, ഡ്രൈവർ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന്. പ്രശാന്തനെ നമ്മളിപ്പോൾ പറഞ്ഞു. അതായത് ഈ അന്വേഷണ സംഘത്തിന്റെ റഡാറിൽ ബോധപൂർവം അവർ കണ്ടിട്ടും കാണാതെ പോയ മറ്റു വസ്തുതകൾ ഒന്ന് അക്കമിട്ട് പറയാനോ? തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിവില്ലാത്തവരാണെന്ന് ഞാൻ പറയില്ല, നല്ല കഴിവുള്ളവർ തന്നെയാണ്. പക്ഷെ അവരുടെ കഴിവ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. എന്താണ് അതിന്റെ മെയിൻ കാരണം? ഒരു കേസ് അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ ഇയാൾ നമ്മുടെ വഴിയിലെവിടെയല്ല സഞ്ചരിക്കുന്നത്, അയാൾ ഉടനെ അടുത്ത് ട്രാൻസ്ഫർ ചെയ്യും. അയാൾക്ക് പെട്ടെന്നുള്ള ട്രാൻസ്ഫർ, അയാളുടെ മക്കൾ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ടാകും, അയാളുടെ ഭാര്യ ചിലപ്പോൾ ജോലിക്കാരിയായിരിക്കും, ആ പോലെ സെറ്റപ്പാണ് ഈ ഉദ്യോഗസ്ഥർ. അപ്പോൾ ഇങ്ങനെയുള്ള കേസ് വരുമ്പം ഒരു കാരണവശാലും ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാൻ പാടില്ല. അപ്പോൾ സാറിന് അറിയാമോ ഈ അന്വേഷണ സംഘത്തിൽ ആരെയൊക്കെ സ്ഥലം മാറ്റി കഴിഞ്ഞോ? അങ്ങനെ ഒരു വിവരം കിട്ടിയോ? ഈ ആദ്യം ഉണ്ടായ അവര് പിന്നെ അന്വേഷണം ശരിയായ വിധത്തിലല്ലല്ലോ നടത്തിയത്. അപ്പോൾ ഇങ്ങനെ പറ്റുമോ? ശരിയായ വിധത്തിൽ നടത്തുന്നുണ്ടെങ്കിലല്ലേ അവർക്ക് ആപത്തുള്ളൂ. പോലീസ് ഉദ്യോഗസ്ഥരായാലും സിവിൽ ഉദ്യോഗസ്ഥരായാലും ഇതിൽ ഒരു സംശയം കൂടെ വരും, അന്വേഷണം ശരിയായ ദിശയിൽ അല്ല എങ്കിലും ഭയപ്പെടേണ്ട വിഷയം. അതായത് സാർ ഇതിൽ ഒരു വിഷയം കൂടെ ഉണ്ടാകുന്നുണ്ട്. ഈ അന്വേഷണ സംഘത്തിലെ പോലീസ് ഓഫീസേഴ്സ് അത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെ നേരിട്ട് ഇടപെട്ട്, പി ശശി തന്നെ നേരിട്ട് ഇടപെട്ട് ആക്കിയവരായിരിക്കാം. ഏതായാലും ഗവൺമെന്റ് തീരുമാനമാണല്ലോ. ഒരു ഉത്തരവ് പോലും SIT എന്നൊരു സംഘത്തെ രൂപീകരിച്ചു എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു സംഘത്തെ രൂപീകരിക്കുമ്പോൾ ഒരു ഉത്തരവ് സർക്കാരിൻ്റെതായിട്ട് വരേണ്ടതാണ്. അങ്ങനെ ഒരു ഉത്തരവ് കടലാസിലില്ല. അതൊന്ന്. രണ്ട്, ഈ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞ് എത്രയെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് അവിടെ വരുന്നത്. അതായത് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ പോലീസ് വരുന്നത്. ADM നവീൻ ബാബു യാത്ര പോയതാണ്, അയാൾ ട്രാൻസ്ഫർ പോയതാണ്. ആ സമയത്ത് നമ്മൾ വിചാരിയാതെ അയാളെ മുറിയിൽ കൊലയപ്പെടുകയോ അല്ലെങ്കിൽ ആത്മഹത്യയോ കൊല ചെയ്യപ്പെടുകയോ എന്തോ ചെയ്താൽ നമ്മുടെ നാട്ടിൽ എന്തിനായി തീറ്റിപ്പോറ്റി വളർന്ന് പോലീസ് നായന നല്ല തന്നെയാണ്. പക്ഷെ പോലീസ് നായനെയും ആ നായനെ പരിപാലിക്കുന്ന ആൾക്കാരെയും തീറ്റിപ്പെട്ടുന്നുണ്ടല്ലോ, അത് എന്തിനാണ്? അല്ല സാർ, അപ്പൊ എന്റെ സംശയം തീർച്ചയായിട്ടും അതായത് കാരണം എല്ലാ ആത്മഹത്യ ചെയ്യുമ്പം പോലീസ് നായി പറയണമെന്നില്ല. ഇത് നമ്മുടെ കണ്ണൂർ ജില്ലാ ഭരണാധികാരിയാണ് ADM നവീൻ ബാബു. അദ്ദേഹത്തിന് നാട്ടിലേക്ക് ട്രാൻസ്ഫർ പോവുകയാണ്. ആ ട്രാൻസ്ഫർ പോകുന്ന അദ്ദേഹം തിരിച്ച് വീട്ടിൽ കൊലയിപ്പെടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തിനാണ് പോലീസ് നായിക്ക് ഭക്ഷണം തീറ്റിപ്പറ്റുന്നത്? ആ നായനെ പോറ്റാനും ചെറിയ ആളുകളെ തീറ്റിപ്പറ്റുന്നുണ്ടല്ലോ. അല്ല സാർ, ഇത് ഈ പറയുന്ന മരണം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ ശവശരീരം മണിക്കൂറുകൾ അവിടെ കിടക്കുകയായിരുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ പോലീസ് വരുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ്. ഇതിലൊരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നോ എന്ന് സംശയമുണ്ട്. വേറെ ഗ്യാരണ്ടി സാർ, ഇദ്ദേഹം എത്ര മണിക്കാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത് എന്ന് ഈ നിമിഷം വരെ ആർക്കും പറയാൻ കഴിയില്ല. ചുറ്റുപാട് ആള് വിജനമായ സ്ഥലത്താണ് നവീൻ ബാബു താമസിക്കുന്നത്. വിജനമായ സ്ഥലത്താണ്. എവിടെയാണ് താമസിക്കുന്നത്? ചുറ്റുപാടും ക്വാർട്ടേഴ്സ് ഇല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് തന്നെ ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇല്ലേ? ഉണ്ട്. അപ്പൊ ഈ എഞ്ചിനീയർ താമസിക്കുന്നുണ്ടായിരുന്നു. രാത്രി ലൈറ്റ് ഇട്ടാലേ, ഇപ്പൊ എന്റെ വീടിന്റെ മുമ്പിൽ രാത്രി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാല് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാല് ഞാൻ അതിൽ പോയതാണ്. ഇങ്ങനെ വന്നു ലൈറ്റ് വന്നു, അപ്പോൾ അവരുടെ അച്ഛൻ വന്നിട്ട് ഇട്ടതാണ്. അപ്പോൾ ഞാൻ ചോദിക്കും, അല്ല നിങ്ങൾ മകനും ഭാര്യയും പോയല്ലോ? അത് ഞാൻ വന്നതാണ്. അപ്പോൾ ഞാൻ കണ്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷനായി. അയാൾ അച്ഛൻ അതിനകത്ത്. അതുപോലെ അവിടെ ആൾക്കാരില്ലേ, നവീൻ ബാബു തിരിച്ചു വന്ന് കുട്ടി പറഞ്ഞോ? സാർ, ഇത് ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മുടെ ഈ കേസ് തുടങ്ങിയ സമയം മുതൽ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ശരിയായ ഒരു അന്വേഷണമാണെങ്കിൽ അത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ കൺട്രോൾ ഇല്ലാതെ കേന്ദ്രത്തിൻ്റെ കൺട്രോളിലുള്ള ആളെ തന്നെയാണ്. അപ്പോൾ പല ആളായിരിക്കും. സാർ, എനിക്ക് ഒരു സംശയം കൂടി ചോദിക്കാനുണ്ട്. ഈ കൗസർ എടപ്പകത്ത് എന്ന ജഡ്ജ് ഇങ്ങനെ ചില സംശയങ്ങൾ, ആത്മഹത്യ അല്ല കൊലപാതകമാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് ചോദിച്ചു. അപ്പോൾ അതിനുള്ള മറുപടിയായി ജഡ്ജിനോടാണെങ്കിലും ഇപ്പൊ വീണാമണി പറഞ്ഞു,
ഞാൻ ഇനിയും പോയിന്റ് വീണാമണി ഉണ്ടെന്ന് പറയുന്നതാണ് ഇപ്പൊ. വീണാമണിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷെ ഇത് ആത്മഹത്യയാണെന്ന് എന്താ തെളിവ്? അത് കൊലപാതകം ആണെന്നുള്ള തെളിവ് ചോദിച്ചു. പക്ഷെ കൗസറുടെ ഇപ്പോഴത്തെ ഒരു ജഡ്ജി എന്ന നിലയിൽ പിന്നെ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഞാൻ ശ്രദ്ധിച്ചു, ചോദ്യം അദ്ദേഹത്തിന് പ്രസക്തമായ ചോദ്യം തന്നെയാണ്. പക്ഷെ അവിടെ അപ്പൊ സാറ് പറയുന്നത് വാദിഭാഗം പരാജയപ്പെട്ടു. തീർച്ചയായിട്ടും അതെന്തുകൊണ്ടാണ്? നവീൻ ബാബുവിന്റെ നേരെ സഹോദരനും നവീൻ ബാബുവിന്റെ ഭാര്യയും ശരിയായ ദിശയിലൂടെയല്ല പോയതെന്ന് ഞാൻ കുറ്റപ്പെടുത്തും. ഇല്ല, അങ്ങനെ കുടുംബത്തിന് എനിക്ക് ഭാര്യനെ പറയാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം സാറ് കുറ്റപ്പെടുത്തും. ഞാൻ കുറ്റപ്പെടുത്തും. ഞാൻ കുറ്റപ്പെടുത്താൻ ഞാൻ അവർക്ക് ഒരു മിനിറ്റ്. നവീൻ ബാബുവിന്റെ വിധവക്ക് ശ്രീമതി മഞ്ജുഷ അന്നത്തെ ഇവരാണ് താലൂക്ക് ഓഫീസർ, അവർക്ക് ഞാൻ അയച്ച കത്തുണ്ട്. ആ കത്ത് കണ്ണൂരിലെ എസ് പിക്ക് അയച്ച കത്തിൻ്റെ കോപ്പി തന്നെയാണ്. കണ്ണൂരിലെ എസ് പിക്ക് ഞാൻ അയച്ചിട്ടുണ്ട് എൻ്റെ സംശയങ്ങൾ. ആ സംശയങ്ങളെക്കുറിച്ച് ആ സ്ത്രീ മിണ്ടിയില്ലല്ലോ, മഞ്ജുഷ മേഡം മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നവീൻ ബാബു എന്നെ പറ്റി ഞാൻ കണ്ണൂർ കളക്ടറേറ്റിലെല്ലാം ഞാൻ പല ഓഫീസും കയറി ഇറങ്ങുന്ന ആളാണ്. പല ഓഫീസും ഞാൻ കയറി. നവീൻ ബാബുവിനെ കുറിച്ച് വീണാമണി പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. അദ്ദേഹം യാതൊരുവിധ അഴിമതി നടത്താത്ത ഓഫീസറാണ്. സാർ, അപ്പോൾ എൻ്റെ ഒരു സംശയം, നമുക്ക് ഈ പറയുന്ന പോലെ ഇതെല്ലാം തന്നെ സമൂഹ മധ്യത്തിൽ നാം ഉയർത്തിയ ചോദ്യങ്ങൾ തന്നെ ആയിരുന്നു. അത് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാവുന്നതുമാണ്. എൻ്റെ ഒരു സംശയം സാർ, ഈ പറയുന്ന ഉദ്യോഗസ്ഥനെ, നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ കാസർഗോഡ് നിന്ന് കണ്ണൂരേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയത് ഈ സർക്കാർ തന്നെയല്ലേ? അപ്പോൾ അവർക്ക് അതിനവർ പറയുന്ന മനോഹരമായ ഒരു പദമുണ്ട്, ഭരണപരമായ സൗകര്യത്തിൽ. അതെ, ഭരണപരമായ സൗകര്യമാണെങ്കിൽ തന്നെ സാർ ഒന്നുകൂടെ ചോദിച്ചു, അങ്ങനെ പറയാം. ഭരണപരമായ സൗകര്യത്തിനാണെങ്കിൽ തന്നെ ഈ പറയുന്ന മാഫിയയെ കുറിച്ച് CPM-ന് തന്നെ അറിയാമായിരുന്നു. വേലി തന്നെ വിളവ് തിന്നുകയാണ്. അതായത് അവരുടെ പാർട്ടി തന്നെ വേലി തന്നെ വിളവ് തിന്നുന്നു എന്നൊരു പ്രയോഗം പറയില്ലേ, അതുപോലെ CPM-നകത്തെ ഭൂമാഫിയ, വളരെ പാർട്ടിക്കകത്ത് ഭൂമാഫിയ സംഘങ്ങൾ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയാം. റവന്യൂ മന്ത്രി കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും എഫിഷ്യന്റ് ആയ ഒരു ഓഫീസർ അവിടെ കൊണ്ടുവന്നു കണ്ണൂര്. എന്തിനാണ് കൊണ്ടുവന്നത്? ഈ കള്ളങ്ങൾ കണ്ടുപിടിക്കാൻ അല്ലേ? റവന്യൂ മന്ത്രി പറഞ്ഞല്ലോ നവീൻ ബാബു നല്ല. അതെ, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പൊ സാറിന്റെ ഒരു ചോദ്യം, ഇത് സർക്കാർ ഇപ്പം ഏറ്റവും എഫിഷ്യന്റ് ആയ ഓഫീസേഴ്സിനെ കാലാകാലങ്ങളിൽ ഓരോ സ്ഥാനങ്ങളിൽ ഇരുത്തുന്നത് അതായത് സർക്കാരിന്റെ തീരുമാനമാണ്. അപ്പൊ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടിരുത്തിയപ്പോൾ അദ്ദേഹം ഇവരുടെ പല കള്ളങ്ങളും കണ്ടുപിടിച്ചു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഭൂമാഫിയുടെ അദ്ദേഹത്തിന്റെ നടപടികള് പല ആളുകളെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. അത് CPM-ന്റെ സംസ്ഥാനതല നേതാക്കളെ ഉണ്ട് അസ്വസ്ഥ. ഇപ്പൊ ഞാൻ പറയാം, ഈ ജില്ലാ കലക്ടർക്ക് പോലും നവീൻ ബാബു അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനാണെങ്കിലും അദ്ദേഹത്തിനും ഈ നവീൻ ബാബു ഒരു തലവേനയാണെന്ന് തോന്നത്തക്ക വിധം. സാർ, അപ്പോ നമുക്ക് ഈ സംസാരം ഒന്ന് അവസാനിപ്പിക്കുന്നതിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് ഈ കളക്ടർക്ക് CPM-ന്റെ സകല കള്ളത്തരങ്ങളും അറിയാവുന്ന തന്നെ സാറിന് തോന്നുന്നുണ്ടോ? ഈ ഭൂമാഫിയയുടെ കള്ളത്തരം. സാർ, ഈ കലക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ കുട്ടിക്കാലം, എനിക്ക് വയസ്സ് 76. ഉമാശങ്കർ എന്ന് പറയുന്ന ഒരു കലക്ടറാണ് കണ്ണൂരിൽ ആദ്യം ഉണ്ടായത്. അദ്ദേഹം ഇരുന്ന കസേരയിലാണ് ഇയാൾ ഇരിക്കുന്നത്. എനിക്കറിയാം യോഗ്യൻ, ഞാൻ ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനാണെന്ന് ആദ്യം തീരുമാനിക്കണം. അവിടെ ഇരിക്കുന്ന കലക്ടർ അല്ലേ ഗുണ്ട? അയാൾക്ക് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ അരുൺ എന്ന് പറഞ്ഞ ആ കലക്ടർ ഗുണ്ടയാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ മാത്രം, അല്ലാണ്ട് ഒരു നേരായ ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി നീതി അദ്ദേഹം കൊടുത്തില്ല. അതിന് മുമ്പുള്ള എല്ലാ കലക്ടർമാരും അവസാനിപ്പിക്കാം. അതായത് ഞാൻ ഇരിക്കുന്ന കസേരക്ക് ഞാൻ യോഗ്യനാണോ എന്ന് ഞാൻ തീരുമാനിക്കണം. സ്വയം നോക്കാം, സ്വയം ചിന്തിക്കാം. നമ്മുടെ നാട്ടിൽ ഒരു നേതാവ് ഉണ്ടായിരുന്നു, കാന്തലോട്ട് കുഞ്ഞമ്പോട്ട്. കേട്ടിട്ടുണ്ടോ? അദ്ദേഹം രാജിവെച്ച് പോയതാണ്. ഈ പണി എനക്ക് പറ്റിയല്ല എന്ന് പറഞ്ഞിട്ട്, ഈ പണി എനക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞിട്ട് രാജിവെച്ച് പോയതാണ്. ഇന്നെല്ലാം അള്ളിപ്പിടിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് അട്ടേനെ വരികയാണ് ആളുകൾ. കാണുന്നില്ലേ? നമ്മൾ കാണുന്നില്ല, രാഷ്ട്രീയത്തിൽ കാണുന്നില്ല. ഞാൻ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിച്ചില്ല. തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ രാഷ്ട്രീയത്തിൽ കാണുന്നില്ലേ, പത്രങ്ങൾ കാണുന്നില്ലേ, അട്ട പിടിച്ചവരെ പിടിച്ചിരിക്കില്ലേ? അതേ സമയത്താണ് കാന്തലോട്ട് കുഞ്ഞമ്പോട്ടൻ എന്ന് പറയുന്ന ആളെ കുറിച്ച് പറയാനുള്ള യോഗ്യത നിനക്കില്ല. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് പേര്. CPM-ന്റെ പ്രമുഖനായ നേതാവായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ള യോഗ്യത നിനക്കുണ്ടോ ചോദിച്ചാൽ ഇല്ല. CPM-ന്റെ ഏറ്റവും നല്ല നേതാവായിരുന്നു അദ്ദേഹം. എനിക്ക് ഈ പണി പറ്റിയതരാന്നിട്ട് ഇറങ്ങിപ്പോയതിന് എത്ര പേര് അദ്ദേഹം എന്ത് ഉദ്യോഗസ്ഥനായിരുന്നു? കാന്തലോട്ട് കുഞ്ഞമ്പു വനംവകുപ്പ് മന്ത്രിയായിരുന്നു. തീർച്ചയായിട്ടും EMS-ന്റെ കാലത്ത് അല്ലേ? EMS-ന്റെ കാലത്തല്ലേ? പറഞ്ഞാട്ടെ. എനിക്ക് ഈ പണി പറ്റിയല്ല എന്നിട്ട് പോയാണ്. നമ്മൾ അങ്ങനെയുള്ള ആളെ കുറിച്ച് ചിന്തിക്കണം.
ഞാൻ പറയുന്ന രാഷ്ട്രീയം ഞാൻ പറയില്ല എന്ന് തീരുമാനിച്ചു. തീർച്ചയായും പ്രേക്ഷകർ ഈ അദ്ദേഹത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. ഈ കാന്തലോട്ട് കുഞ്ഞമ്പൂ ഞാൻ കേട്ടിട്ടുണ്ട്, EMSന്റെ കാലത്തെ മന്ത്രിയാണ് എന്നുള്ള കാര്യം ഒരു വേള പെട്ടെന്ന് ഓർത്തില്ല, അതാ ചോദിച്ചത്. അപ്പോൾ സാർ നമുക്ക് ഈ സംസാരം ഒന്ന് അവസാനിപ്പിക്കാം. സാറിന് ഇനി എന്തൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്? ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. ഈ ഭൂമാഫിയയെ സംബന്ധിച്ച സർവ്വരേഖകളും, കാസർഗോഡ് കണ്ണൂർ രേഖകൾ, അനധികൃത പെട്രോൾ പമ്പുകൾ, ഇതിനെ സംബന്ധിച്ച് എല്ലാമുള്ള കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ സംസാരിക്കേണ്ടത് ആരോടാന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള വീണാമണിയോട് നമ്മുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. മറ്റൊരാളുടെ ആരൊക്കെയാണ് പറയുന്നത് അവരോടും ചോദിച്ചിട്ടുണ്ടോ? ഈ നിമിഷം വീണാമണിയെ അതായത് ചില നായ്ക്കളെ വേട്ടയാടുന്ന മാതിരി വീണാമണിന്റെ പിറകെ നാണമില്ലേ ഈ സ്ത്രീ, പാവപ്പെട്ട ഈ സ്ത്രീയുടെ പിന്നാലെ പോകാൻ? നിരന്തരം അവരെ വേട്ടയാടിയിട്ടുണ്ട്. അപ്പൊ സാറ് പറഞ്ഞതുപോലെ ഒരു അന്വേഷണ സംഘത്തിന് ആദ്യം ഈ പറയുന്ന ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് ഈ സർക്കാർ എന്തിന് ഈ പറയുന്ന ഫെസിലിറ്റീസ് കൊടുത്തു? ഒന്ന് പോലീസ്, അവർക്ക് കേസ് കണ്ടുപിടിക്കാൻ വയ്ക്കേണ്ട പട്ടി, ഒരു പട്ടിയെ പോലീസ് പട്ടിയെ അവർ കൊണ്ടുവന്നിട്ടില്ല, പോലീസ് നായെ കൊണ്ടുവന്നിട്ടില്ല, ക്ഷമിക്കുക, പോലീസ് നായെ കൊണ്ടുവന്നിട്ടില്ല. ഇതിന്റെ അന്വേഷണം അപ്പോ ഇങ്ങനെ തുടക്കം മുതൽ തന്നെ ഇപ്പോ സാർ ഇനി ഒരു കാര്യം കൂടെ, നമ്മൾ ഈ കേസ് ഇങ്ങനെ സമൂഹ മധ്യത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പൊ വീണാമണിയോട് ചോദിച്ചുകൂടെ എന്ന് സാറ് ചോദിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ ബാക്കി എല്ലാ കാര്യങ്ങളിലും എഫിഷ്യൻസിയാണ് അവർ പോലീസ് വകുപ്പിന്? ഞാൻ SP കൊടുത്ത കത്തുണ്ട്, അത് SP ഉണ്ടല്ലോ, ആ SP എന്നാ എന്നോട് ചോദിച്ചോ സാർ? അപ്പോ എന്റെ ചോദ്യം, SP VV പ്രഭാകരൻ സെക്രട്ടറി ജനകീയ പ്രതികരണ വേദി ഒരു കത്ത് തന്നിട്ടുണ്ട്, അതെ എന്നെ വിളിച്ചു ചോദിച്ചോ? അദ്ദേഹം ചോദിക്കില്ല. ഇനി എന്തായിരുന്നു സാർ? ഒരു മിനിറ്റ്, ഇനി വീണാമണി കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. എനിക്കിപ്പം കോടതി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവിടെ കണ്ണൂർ അടുത്ത്, അതായത് മരണപ്പെട്ട അവിടുന്ന് അടുത്താണ് 2 ഹോസ്പിറ്റൽ ഉള്ളത്. കണ്ണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, തലശ്ശേരി ഹോസ്പിറ്റൽ, അവിടെ കൊണ്ടുപോയില്ല. ഇന്നലെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായ ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരെയാണ്, അവിടത്തേക്ക് കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. അതൊന്നും കൂടി ഞാൻ പറയാം, ആ ഡോക്ടറെ ഒന്നും കൂടി നാർക്കോ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഒന്നും കൂടി എന്ന് ഒരു ഉച്ചാരണം ഉദ്ദേശിച്ചത് ഇയാളിപ്പം അവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ വരാറില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ. അപ്പൊ ശ്രീജിത്തും പ്രജീഷും എല്ലാം കണക്കന്നെ. നവീൻ ബാബു സാറിനത് പ്രജീഷിനെ കൊണ്ട് അവിടെ പോസ്റ്റ്മോർട്ടം എഴുതിപ്പിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് ഇതിനകത്ത് പറയുന്നത് ഈ തൂങ്ങിമരണം എന്ന് പറയുന്നതിൽ അതായത് ആന്തരിക അവയവം പരിശോധിച്ചതിന്റെ ലാബ് കൊണ്ടുപോയി പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് വെച്ചിട്ടില്ല. പിന്നെ അതിന്റെ ഭക്ഷണാവശിഷ്ടങ്ങളിൽ ലാബ് കൊണ്ടുപോയി പരിശോധിച്ചതിന്റെ റിപ്പോർട്ടില്ല. പിന്നെ തലയോട്ടി തലയോട്ടി പൊളിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് ബോഡിയിൽ നമ്മളെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്ന് അന്ന് 12 മണിക്ക് പൊളിച്ചല്ലേ ചെയ്യുന്നത്, അതൊന്നും ചെയ്തിട്ടില്ല. അതൊന്നും ചെയ്തില്ല. അപ്പൊ ഇതിൽ